തിരുവനന്തപുരം വട്ടപ്പാറയിൽ ചെടി വിൽപ്പന കേന്ദ്രത്തിൽ ബി.ജെ.പി. പഞ്ചായത്ത് അംഗത്തിന്റെ അതിക്രമം. കടയ്ക്ക് മുന്നിലെ ചെടികൾ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് വാർഡ് മെമ്പർ ബിനു കടയുടമയെ മർദ്ദിച്ചത്. കട ഉടമയായ സ്ത്രീക്കാണ് മർദ്ദനമേറ്റത്. ആദ്യം ആ ദൃശ്യങ്ങളും നോക്കാം. പിന്നെ ഇന്നലെ 10:30 മണിക്ക് ബിനു മെമ്പർ ബി.ജെ.പി. ബിനു മെമ്പർ ഇവിടെ വന്നിട്ട് അപ്പോഴും ഞാൻ കടയ്ക്കകത്തിരിക്കുകയാണ്. ഇരുന്ന് നിങ്ങൾ ഈ ചെടിയെ ഇവിടെ ഡിസ്പ്ലേ വെക്കാൻ പറ്റൂല, ഇതിനകത്താക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ പോസ്റ്റിന്റെ ഒരോട് ഇഞ്ഞല്ലേ വച്ചിക്കണേ, ഞാൻ പുറത്തൊന്നും വച്ചിട്ടില്ലല്ലോ, ഒരു തടസ്സം ആർക്കും ഇല്ലല്ലോ. അപ്പം നിന്നെ കൊണ്ട് വയ്യേടി, നീ മാറ്റില്ലേടി എന്നിങ്ങനെ ചോദിച്ചിട്ട് അവൻ ഓടി വന്ന് ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇതിനെ വലിച്ചെല്ലാം അങ്ങ് എറിഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എ.വി. ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് വാർഡ് മെമ്പറിന്റെ പ്രശ്നം? ആ ചെടികൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്ത് പ്രശ്നം ഉണ്ടെന്നാണ് വാർഡ് മെമ്പർ പറയുന്നത്? ശ്രീനിത, കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടിയാണ് ഈ വെറ്റിനാട് വാർഡ് മെമ്പർ ബിനു, ബി.ജെ.പിയുടെ അംഗമാണ്. ഇദ്ദേഹം ഈ സ്ത്രീ നടത്തുന്ന കടയിലേക്ക് എത്തുന്നു. അവർ കടയോട് ചേർന്ന് വഴിയോരത്തൊക്കെ അത്യാവശ്യം ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് മാറ്റണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നു. എന്നാൽ ഇവർ ഇതിന് തയ്യാറാകാതെ വന്നതോടുകൂടി ഇയാൾ സ്വയം ഈ ചെടിച്ചട്ടികളെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് ഈ സ്ഥാപനത്തിലെ വനിതകളും മറ്റും എതിർക്കുന്നൊരു ഘട്ടം വരുന്നൊരു സമയത്താണ് ഇവർ കടയുടമയായ കരൻസിയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. ഈ ആക്രമണത്തിൽ ഈ സ്ത്രീയുടെ തലയ്ക്കും കൈക്കും ഉൾപ്പെടെ ഗുരുതരമായ കാര്യമായ പരിക്കുകൾ പറ്റിയവർ പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും ചെയ്തു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ ബി.ജെ.പിയുടെ പഞ്ചായത്ത് അംഗം ബിനുവിനെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇയാളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ ഒളിവിലാണെന്ന് പോലീസ് പറയുന്നു. എത്രയും പെട്ടെന്ന് പിടികൂടുമെന്ന് പറയുന്നു. ഈ രാജ്യത്ത് സ്ത്രീ സുരക്ഷയുണ്ട്, സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ പൊതു മധ്യത്തിൽ പട്ടാപ്പകൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് അംഗം വന്ന് പൊതുസ്ഥലത്ത് ചെടിച്ചട്ടികൾ വെച്ചൊന്ന് ആരോപിച്ചുകൊണ്ട് ചെടിച്ചട്ടി തകർത്ത് ഒരു വനിതയെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടാകുന്നു. എന്തായാലും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇയാളെ പിടികൂടുമെന്നാണ് പറയുന്നത്. നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ബിനുവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. പൊതുയിടങ്ങളിൽ ഇത്തരത്തിൽ ചെടിച്ചട്ടി ഒക്കെ വെച്ച് വഴി തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നോക്കേണ്ടത് പോലീസിനാണ്, പരാതിപ്പെടേണ്ടത് പോലീസിനാണ്. അല്ലാതെ ഇത്തരത്തിൽ ആർക്കും തന്നെ ഇത്തരത്തിൽ സ്വമേധയാ പോലീസ് ചമഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച് ഗുണ്ടായിസം കാണിക്കാനൊന്നും ഈ രാജ്യത്ത് ഒരു തരത്തിലുള്ള അനുമതിയില്ല. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ബിനുവിന് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ബി.ജെ.പി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ശരി, ഒരു ചെടി വിൽപ്പന കേന്ദ്രത്തിലെ ബി.ജെ.പി. നേതാവിന്റെ അതിക്രമത്തിന്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പ്രേക്ഷകർ കണ്ടത്. ബിനുവിനായി തിരച്ചിൽ തുടരുന്നു. ഒപ്പം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് എ.വി. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യർ ഇത്ര ചെറിയ കാര്യത്തിന് വേണ്ടി തല്ലാനും കൊല്ലാനൊന്നും പോവല്ലേ എന്നുള്ളത് അല്ലേ? എന്തിനാണ് ഇത്ര ചെറിയൊരു ജീവിതമാണല്ലേ? അല്ല, വഴിയിൽ ഈ പറഞ്ഞതുപോലെ തടസ്സമുണ്ടെങ്കിൽ അത് നീക്കേണ്ടതാണ്. അത് കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ സംവിധാനങ്ങളുണ്ട്. ഈ തല്ലാനും കൊല്ലാനും പോകുമ്പോൾ നമുക്ക് അത്രയധികം ചെടികളിൽ എടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. ആ സ്ത്രീക്കും പരിക്കേറ്റിട്ടുണ്ട് അതിക്രമത്തിൽ. വളരെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞല്ലോ, ഈ കുഞ്ഞിനെയൊക്കെ കിണറ്റിലെറിയാൻ എങ്ങനെ തോന്നുന്നു പറഞ്ഞ പോലെ ഈ പൂക്കൾ കാണുമ്പോൾ അത് വലിച്ചെറിയാൻ എങ്ങനെ തോന്നുന്നു. തുടക്കമാണിത്. ഇതിൽ നിന്നൊക്കെയാണ് മറ്റു പല ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ വിമൻസ് ഈവനിങ് കാണുന്ന പ്രേക്ഷകരോടാണ് ഇത്തരം ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോവുക. തല്ലാനും കൊല്ലാനും തല്ലുമാലിന്നും ഉണ്ടാക്കാൻ പോവാതിരിക്കുക അല്ലേ?